കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ഈ പ്രാദേശിക വോട്ടുകൾ നിയമസഭാ മണ്ഡലങ്ങളിൽ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള രാഷ്ട്രീയ ചലനങ്ങൾ വിലയിരുത്തിക്കൊണ്ടുള്ള കണക്കെടുപ്പുകൾ രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ വാർഡുകളിലെ വോട്ടുകൾ അതാത് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് പുനഃക്രമീകരിച്ചപ്പോൾ സംസ്ഥാനത്ത് UDF വ്യക്തമായ മുന്നേറ്റം നേടിയതായി കണ്ടെത്തുന്നുണ്ട്. 140 നിയമസഭാ മണ്ഡലങ്ങളിലായി 80 സീറ്റുകളിലാണ് UDF മുന്നോട്ട് നിൽക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ തിരിച്ചെത്താനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഈ കണക്കുകൾ ഭരണകക്ഷിയായ LDF-നും BJP നയിക്കുന്ന NDA-യ്ക്കും വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. ഈ കണക്കെടുപ്പ് കേരള രാഷ്ട്രീയത്തിലെ വോട്ടിംഗ് പാറ്റേണുകളിൽ വന്നിട്ടുള്ള സുപ്രധാനമായ മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രവചനത്തിൽ 110 സീറ്റുകളിൽ ലീഡ് ഉണ്ടായിരുന്ന UDF നിലവിൽ 80 സീറ്റുകളിലേക്ക് ചുരുങ്ങി. ഇത് 30 സീറ്റുകളുടെ കുറവാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായി ദേശീയ ഘടകങ്ങൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും ആവർത്തിച്ചിട്ടില്ലെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വെറും 19 സീറ്റുകളിലേക്ക് ഒതുങ്ങിയ LDF 39 സീറ്റുകൾ അധികമായി നേടി 58-ലെത്തി. ഭരണകക്ഷി എന്ന നിലയിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ശബരിമല സ്വർണ്ണക്കൊള്ള പോലുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഒരു പരിധിവരെ വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ LDF-ന് സാധിച്ചുവെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 11 സീറ്റുകളിൽ ലീഡ് പ്രവചിക്കപ്പെട്ടിരുന്ന NDA തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 2 സീറ്റുകളിലേക്ക് ഒതുങ്ങി. വോട്ട് ഷെയറിൽ NDA-ക്ക് വലിയ കുറവുണ്ടായി. UDF അതിന്റെ കോട്ടകളിൽ ആധിപത്യം ഉറപ്പിച്ചപ്പോൾ LDF ചില ദക്ഷിണ ഉത്തര ജില്ലകളിൽ മേൽക്കൈ നിലനിർത്തി. മലപ്പുറം, വയനാട്, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ UDF വ്യക്തമായ ആധിപത്യം നേടി. ഈ ജില്ലകൾ UDF പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളാണ്. കോഴിക്കോട് ജില്ലയിൽ UDF-ന് മികച്ച നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് ശ്രദ്ധേയമാണ്. LDF-ന്റെ മുൻതൂക്കം തലസ്ഥാന ജില്ലയിൽ LDF-ന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. തൃശൂർ ജില്ലയിൽ LDF ശക്തമായ പ്രകടനം കാഴ്ചവെച്ചു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ BJP-ക്ക് MPയെ നേടിക്കൊടുത്ത ശക്തമായ ത്രികോണ മത്സരം ഉണ്ടായിരുന്നിട്ടും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ NDA-ക്ക് ഒരു സീറ്റിലും ലീഡില്ല എന്നത് LDF-ന് ആശ്വാസകരമാണ്. കൊല്ലം, ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ LDF-നാണ് മേൽക്കൈ. കണ്ണൂരിലും LDF ആണ്. ഒരു സീറ്റിന്റെ നേരിയ മുൻതൂക്കം നിലനിർത്തി. നേമം, വട്ടിയൂർക്കാവ് എന്നീ 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് NDA-ക്ക് ലീഡ് നേടാൻ കഴിഞ്ഞത്. 2016-ൽ MLA ഉണ്ടായിരുന്ന നേമത്തെ പ്രകടനം NDA-ക്ക് നിലനിർത്താൻ കഴിഞ്ഞെങ്കിലും മറ്റു മണ്ഡലങ്ങളിൽ കാര്യമായി മുന്നേറ്റം നടത്താൻ സാധിച്ചില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡ് നേടുമെന്ന് പ്രവചിക്കപ്പെട്ട NDA-ക്ക് തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ ഈ ഇടിവ് സംസ്ഥാനത്ത് ഒരു മൂന്നാം ബദൽ എന്ന നിലയിൽ NDA-ക്കുള്ള വളർച്ചയിൽ മങ്ങലേൽപ്പിക്കുന്നതാണ്. ഈ കണക്കെടുപ്പ് സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തരംഗത്തിനു ശേഷം UDF അതിന്റെ മേൽക്കൈ നിലനിർത്തിയിട്ടുണ്ട് എന്നുമാണ്. 80 സീറ്റുകളിലെ ലീഡ് UDF-ന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ടെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രവചിക്കപ്പെട്ട 110 സീറ്റുകളിൽ നിന്ന് 30 സീറ്റുകൾ കുറഞ്ഞത് ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. LDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കൂടുതൽ മുന്നേറ്റം നടത്താൻ UDF-ന് സാധിച്ചിട്ടില്ല. വിജയം ഉറപ്പാക്കാൻ സംഘടനാ സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ദയനീയ പ്രകടനത്തിൽ നിന്നും 39 സീറ്റുകൾ തിരിച്ചുപിടിക്കാൻ സാധിച്ചത് LDF-ന് ആശ്വാസകരമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള പോലുള്ള വിഷയങ്ങൾ തിരിച്ചടിയായിട്ടും 58 സീറ്റുകളിൽ ലീഡ് നേടാൻ സാധിച്ചത് പാർട്ടിയുടെ കേഡർ ശക്തിയെയും പ്രാദേശിക വികസന പ്രവർത്തനങ്ങളെയും സൂചിപ്പിക്കുന്നു. ഭരണത്തിനെതിരെയുള്ള വികാരം പൂർണ്ണമായും UDF-ന് അനുകൂലമാകാതെ പിടിച്ചു നിർത്താൻ LDF-ന് സാധിച്ചു. സംസ്ഥാനത്ത് ത്രികോണ മത്സരം ശക്തമാവുന്നു എന്ന വാദത്തിന് താൽക്കാലികമായി തിരിച്ചടിയാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം. തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങുന്ന പ്രകടനമാണ് NDA കാഴ്ചവെച്ചത്. തൃശൂരിൽ ലോക്സഭാ വിജയം നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രതിഫലിക്കാതിരുന്നത് NDA-യുടെ വോട്ടുകൾ ദേശീയ തിരഞ്ഞെടുപ്പിൽ കേന്ദ്രീകരിച്ചതും പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ മറ്റ് മുന്നണികളിലേക്ക് തിരഞ്ഞതുമാണ് എന്ന നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള ഈ വിശകലനം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായ ശക്തമായ സാധ്യതകളാണ് നൽകുന്നത്. 80 സീറ്റുകളിലെ ലീഡ് നിലനിർത്താൻ സാധിച്ചാൽ UDF-ന് അധികാരം പിടിച്ചെടുക്കാൻ സാധിക്കും. LDF-നെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്ന് വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ സാധിച്ചു എന്നതും ആശ്വാസകരമാണ്. എങ്കിലും ഭരണവിരുദ്ധ വികാരം മറികടക്കാനും UDF-ന്റെ ലീഡ് നില കുറയ്ക്കാനും LDF-ന് ഇനിയും കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. NDA-ക്ക് ഈ ഫലം നൽകുന്ന പാഠം തിരുവനന്തപുരത്ത് നിന്ന് പുറത്ത് അടിസ്ഥാനപരമായി സംഘടനാപരമായ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു ശക്തിയായി വളരാൻ കഴിയില്ല എന്നുള്ളതാണ്.